അവന്റെ നാമം വിസ്മരിക്കപ്പെടാത്ത ചരിത്രമാകും. സൂര്യപുത്രൻ വൈകർത്തന്. അപ്പോൾ കൽക്കി നല്ല രീതിയിൽ കളക്ഷനൊക്കെ അടിച്ച് കിടിലനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൽക്കി കുറച്ച് ആളുകൾ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കൽക്കിയുടെ ക്ലൈമാക്സിലായിട്ട് കമലഹാസന്റെ കഥാപാത്രം ആ ഗാന്ധീവ എടുത്ത് പൊക്കുന്നുണ്ട്. അതായത് സുപ്രീം യാസ്കിൻ എന്ന വില്ലൻ കഥാപാത്രം. ശരിക്കും ആ ഗാന്ധീവം മനുഷ്യർക്കോ മിഷൻസിനോ എടുത്ത് പൊക്കാൻ പറ്റില്ല എന്നാണ് ആ ഒരു സിനിമയിൽ പറയുന്നത്. ആ ഗാന്ധീവ ഒരു മിഷൻ ഉപയോഗിച്ച് പൊക്കിയപ്പോൾ ആ ഒരു മിഷൻ എന്താണ് പറ്റിയതെന്ന് നമ്മൾ കണ്ടതാണല്ലോ. പിന്നെ എങ്ങനെയാണ് ക്ലൈമാക്സിൽ കമലഹാസന്റെ കഥാപാത്രത്തിന് അതെടുത്ത് പൊക്കാൻ സാധിച്ചത്? പിന്നെ ദുൽഖറിന് അടുത്ത പാർട്ടിൽ നല്ല റോള് കാണാൻ ചാൻസ് ഉണ്ടോ? ആരൊക്കെ ആയിരിക്കും നെക്സ്റ്റ് പാർട്ടിൽ ഒരു ക്യാമിയോസ് ആയിട്ട് കാണിക്കുക? നമുക്ക് നോക്കാം. എക്സ്പ്ലനേഷൻ ആണ്. സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. ഒരു കാര്യം ഉറപ്പാണ്, ആരൊക്കെ വന്നാലും കമലഹാസന് മുമ്പിൽ ഇനി പിടിച്ചു നിൽക്കാൻ നല്ല പാടായിരിക്കും. അതായത് സുപ്രീം യാസ്കിന് മുമ്പിൽ. അല്ലെങ്കിൽ ദീപികയുടെ വയറ്റിലുള്ള കുഞ്ഞ് ജനിക്കണം. അതിപ്പോൾ കർണനായാലും അശ്വത്ഥാത്മാവായാലും അങ്ങനെയൊക്കെ തന്നെ. ദീപികയുടെ വയറ്റിലുള്ളത് ഒരു അവതാരമാണെന്നാണല്ലോ പറയുന്നത്. മഹാവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമായ കൽക്കി അവതാരം. അപ്പോൾ ദീപികയുടെ എക്സ്ട്രാക്ഷൻ ടൈമിൽ ദീപികയുടെ വയറ്റിൽ നിന്ന് കുറച്ച് സെറം എക്സ്ട്രാക്ട് ചെയ്തത് അവസാനം കമലഹാസന്റെ ബോഡിയിൽ കയറ്റുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ചുളിവൊക്കെ മാറി നല്ല രീതിയിലൊക്കെ ആകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഗാന്ധീവ എടുത്ത് പൊക്കുന്നത്. ആ കുറച്ച് പോർഷൻ സെറം ഉള്ളത് കൊണ്ട് തന്നെയാണ് കമലഹാസന് ആ ഒരു ഗാന്ധീവ എടുത്ത് പൊക്കാൻ സാധിക്കുന്നത്. ആ ഒരു ദൈവത്തിന്റെ അംശം കമലഹാസന്റെ ഉള്ളിലും ആയിട്ടുണ്ട്. അതാണ് ആ ഒരു സീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ളതിലും ഇരട്ടി പവർ ആയിരിക്കും സുപ്രീം യാസ്കിന് കിട്ടുന്നത്. കർണനോ അശ്വത്ഥാമാവിനോ ദൈവത്തിന്റെ ശക്തിയെ താങ്ങാനുള്ള ശേഷി കാണോ? എനിക്ക് തോന്നുന്നില്ല. ക്ലൈമാക്സിൽ ആ ഒരു ഗാന്ധീവം സുപ്രീം യാസ്കിനെ എടുത്ത് പൊക്കുന്നതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് ഇതാണ് തോന്നിയത്. പിന്നെ ദുൽഖറിനെ കുറെ പേര് ട്രോളുന്നുണ്ടായിരുന്നു. വെറുതെ ഊക്ക് കിട്ടാൻ വേണ്ടി വന്നൊരു ക്യാരക്ടറാണ്, വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ്. ശരിക്കും ഞാനും വിചാരിച്ച് വെറുതെ വന്നൊരു ക്യാരക്ടർ ആയിരിക്കും, സെക്കൻഡ് പാർട്ടിലും ചിലപ്പോൾ ഒന്നും കാണാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് മിത്തോളജി പരമായിട്ടുള്ള കാര്യം സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആണ് മനസ്സിലായത് ശരിക്കും ഊക്ക് കിട്ടാൻ വേണ്ടി വന്നൊരു ക്യാരക്ടർ ഒന്നും അല്ല ദുൽഖർ. കാരണം ഇതിൽ പ്രഭാസിന്റെ ക്യാരക്ടർ കർണനാണെന്ന് റിവീൽ ചെയ്യുന്നുണ്ടല്ലോ. ഈ കർണന്റെ ഗുരു എന്ന് പറയുന്നത് പരശുരാമനാണ്. പരശുരാമനാണ് കർണനെ എല്ലാം പഠിപ്പിക്കുന്നത്. ഇതിൽ ദുൽഖറാണ് പ്രഭാസിനെ എല്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ പരശുരാമന്റെ ഒരു ക്യാരക്ടറൈസേഷൻ ആയിരിക്കാം മേ ബി ദുൽഖറിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ മിത്തോളജി പരമായിട്ട് നോക്കിയപ്പോൾ കൽക്കിയുടെ ഗുരുവായിട്ട് വരുന്നതും പരശുരാമൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു നല്ലൊരു ഇമ്പോർട്ടൻറ്റ് റോള് തന്നെയായിരിക്കും ദുൽഖറിന്. പിന്നെ വിജയ് ദേവരകൊണ്ടയ്ക്ക് നല്ല റോള് അടുത്ത പാർട്ടിൽ കാണുമായിരിക്കും. കാരണം ആ ഗാന്ധീവം വിജയ് ദേവരകൊണ്ടയാണ്. അതായത് അർജുനന്റെ ഗാന്ധീവം ബ്രഹ്മാവിന്റെ വരദാനമായി കിട്ടിയ ഗാന്ധീവം എന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിൽ നല്ല രീതിയിൽ ക്യാമിയോസും കാണും, അതുറപ്പാണ്. എനിക്ക് തോന്നുന്നത് ആർമി ഓഫ് കൽക്കി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു ക്യാമിയോസ് ആയിരിക്കും മിക്കവാറും കാണിക്കുന്നത്. അടുത്ത പാർട്ടിൽ കാണിക്കും ആരാണെന്നൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.